ആണ് സാറിൻ്റെ ക്ലാസ് കിട്ടിയതിൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഈ ഒരു ലെവലിൽ എനിക്ക് ചിന്തിച്ചിട്ട് പോലുമില്ല ഇങ്ങനത്തെ ഒരു ക്ലാസ് കിട്ടുമെന്ന്. ഇറ്റ്സ് വെരി യൂസ്ഫുൾ ആൻഡ് ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. എനിക്ക് ഇപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങൾ വിചാരിക്കുന്ന നിലയിലേക്ക് എത്താനായിട്ട് പറ്റുന്നുള്ളത്. സോ താങ്ക് യു. മലപ്പുറത്ത് ഇന്ന് നമ്മൾ പുതിയ യൂണിറ്റ് ആരംഭിക്കുകയാണ്. ഈ മഴക്കാലത്ത് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് സ്വന്തം ബിസിനസ്സിനെ സ്നേഹിച്ച് വളർത്താൻ തയ്യാറായ ആളുകളാണ് ഉള്ളത്. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്കെല്ലാം അനുഗുണമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഡിഗ്രി PG കഴിഞ്ഞ് ഈ നാട്ടിൽ എല്ലാവർക്കും ജോലി എന്നുള്ളത് നമുക്ക് സാധ്യമല്ല. അബ്ദുൽ കലാം പറഞ്ഞു, തൊഴിൽ അന്വേഷകർ ആകുന്നതിന് മുമ്പ് തൊഴിൽ ദാതാക്കളാണ്. നമ്മൾ മറ്റുള്ളവർക്ക് തൊഴിൽ സൃഷ്ടിച്ച് നമ്മളാൽ ഒരു 5 പേരെങ്കിലും പരിപാലിക്കപ്പെടുന്ന കുടുംബങ്ങൾ ഉണ്ടാകണം. അതാണ് ശരിക്കും നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്വം. MSME യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ 500 കോടി രൂപയിൽ ടേണോവർ വരെയുള്ള എല്ലാവരും MSMEകളാണ്. മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം യൂണിറ്റുകളാണ്. ആ യൂണിറ്റുകൾ ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിൻ്റെ GDPയിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു. ഇന്ന് യുദ്ധമുണ്ടായപ്പോഴും കൊറോണ ഉണ്ടായപ്പോഴും മറ്റെല്ലാ രാജ്യങ്ങളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ശരിക്കും അന്താരാഷ്ട്ര വിപണിയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം നമുക്ക് അതിജീവിക്കാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യം എന്ന് പറഞ്ഞാൽ വിശപ്പ് മാറുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നാട്ടിലുള്ള ഈ 150 കോടി ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള കൃഷി അത് നമ്മൾ പര്യാപ്തമാണ്. ഒരു കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് നേരിട്ട് ഉപഭോക്താവിലേക്ക് എത്തുന്ന തരത്തിലേക്ക് നമുക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിന് ഇടനിലക്കാരില്ലാതെ നേരിട്ട് എത്തിക്കാനുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് അതിനെ പ്രയോജനപ്പെടുത്തിയാൽ നല്ല മൂല്യമുള്ള സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ലാതെ ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഇന്ന് പണം ഒരു വിഷയമല്ല. ക്വാളിറ്റി ഉണ്ടെങ്കിൽ വില പോലും ചോദിക്കാതെ ആൾക്കാർ സാധനം വാങ്ങുന്നതാണ് രീതി. ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ സഹായങ്ങളും പണം വേണ്ടതാണെങ്കിൽ പണം, മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് തൊഴിൽപ്പെടുത്താനും അങ്ങനെയുള്ള പ്രൊജക്റ്റുകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിന് ഈ ക്ലാസ് നമുക്ക് എല്ലാവർക്കും ഒരു വലിയ വിജയം ആശംസിച്ചുകൊണ്ട് പക്ഷെ നമ്മൾ ബിസിനസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പത്രത്തിൽ ഒരു പുതിയ ടൈപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു ഫാമിലി കിട്ടും, നമ്മളുടെ അണ്ടിൽ വർക്ക് ചെയ്ത് ജോലി ചെയ്യും. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചത്. പിന്നെ എന്താണ്, പഠിച്ചൊരു ജോലി നേടിക്കൊണ്ട് ഒരിക്കലും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങളൊന്നും നേടാൻ പറ്റില്ല. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് PW കിട്ടണം. എൻ്റെ അച്ഛനത് ഒഴിച്ച് പോകണമെന്നൊക്കെ ഉള്ളത്. കാരണം എൻ്റെ അച്ഛൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയ സമയത്ത് പല ആളുകളും പുച്ഛിച്ച് നോക്കിയിട്ടുണ്ട്. റിലേറ്റീവ്സ് ഉണ്ട്, അതുപോലെ പല ആളുകളും ഉണ്ട്. എനിക്ക് അവരുടെ മുന്നിലൊക്കെ ജയിച്ച് കാണിച്ചു കൊടുക്കണമെന്നൊരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബിസിനസ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ അച്ഛൻ ഒപ്പമുണ്ട്. അതുകൊണ്ട് പേടില്ല. എങ്ങനെ ചെയ്യാം, എങ്ങനെ എന്താണ് മൂവ് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് ഐഡിയ. പക്ഷേ സാറ് പറഞ്ഞതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതേപോലെ ഈ GST അതുപോലെ എങ്ങനെ എക്സ്പോർട്ട് ചെയ്യും, നമ്മൾ എന്തൊക്കെ ക്രൈസിസാണ് നേരിടും, അതുപോലെ ബേസിക് നമ്മുടെ സ്കിൽസ്, ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് അത്ര വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ക്ലാസ് ഭയങ്കര യൂസ്ഫുള്ളായി, കോൺഫിഡൻസ് ആയി. കാരണം ഇതെങ്ങനെ മൂവ് ചെയ്യാമെന്നുള്ളതിനെ അറിയുന്നതിനും കൂടുതൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് വേണം. അത് ഭയങ്കര യൂസ്ഫുള്ളായി. താങ്ക് യു സോ മച്ച്. ഞാൻ ഈ
എൻ്റെ ഔട്ട്ലുക്ക് വെച്ചിട്ട് എനിക്ക് ഒരുപാട് ക്രൈസിസ് ഉണ്ട് എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് പോകുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നുള്ളൊരു തോട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, പഠനത്തിൻ്റെ കൂടെ മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ ബിസിനസ്സിൻ്റെ ഒന്നുകൂടെ ഡെവലപ്പ് ആക്കിയിട്ട് നമുക്ക് അങ്ങനെ പോയാൽ മതിയോ, അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. അപ്പോൾ അന്നേരം എന്താ പറയുക, പണ്ട് നമ്മൾ മഷ്റൂം ഉണ്ടാക്കിയ ടൈമിൽ അക്കൗണ്ട്സ് ഒന്നും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു 2 ഇയർ ആയിട്ട് നമ്മൾ കറക്റ്റ് നമുക്ക് എത്ര കോസ്റ്റ് എക്സ്പെൻസ് അതുപോലെ എത്ര ടേൺ ഓവർ വരുന്നുണ്ട്, മന്ത്ലി നമുക്ക് പാക്കറ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആണ്. നമുക്ക് ഇത് എത്രത്തോളം പണ്ടത്തെക്കാട്ടും 15 രൂപയ്ക്ക് അച്ഛൻ ഒരു പാക്കറ്റ് ഫോൺ വിറ്റിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് അറിയുന്നത്. അപ്പം അന്നേരം അച്ഛനെ സഹായിച്ചത് അച്ഛൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ്. അപ്പം നമുക്ക് എന്ന് പറഞ്ഞാൽ 15 രൂപയ്ക്കാണ് നമ്മൾ കടയിൽ കൊടുത്ത ഫോണ് ഇന്ന് എത്തി നിൽക്കുന്നത് 110 രൂപ പാക്കറ്റ് പ്രൈസിലാണ്. അപ്പം തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ സെയിലിങ്ങും എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ലീഡർഷിപ്പ് ആയിക്കോട്ടെ. എനിക്കിത് എഡ്യൂക്കേഷൻ ഫീൽഡിൽ മാത്രമല്ല ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക, ബിസിനസ്സിലും കൂടെ എനിക്കിത് അപ്ലൈ ചെയ്താൽ എനിക്ക് ഇനി ഡെവലപ്പ് ആവാനും പറ്റും. അതുപോലെ നമ്മൾ ആ ഒരു സർക്കിൾ ഒന്നും കൂടെ വലുതാക്കാനൊക്കെ പറ്റും എന്നുള്ളൊരു ബോധ്യം കൂടെ ബിസിനസ്സിലേക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ അച്ഛനോട് ക്ലാസ്സിന് പോയിട്ടുണ്ട്. ബട്ട് മോറോവർ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത് നമ്മുടെ ഇഷ്യൂ എന്താണെന്നും നമ്മളെ ഐഡിയ എന്താണെന്നും കൂടെ ഡിസ്കസ് ചെയ്തപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആക്ച്വലി ഐ എം സോ ഹാപ്പി. അതുപോലെ ലക്കിയാണ് സാറിൻ്റെ ക്ലാസ് കിട്ടിയതിൽ. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഈ ഒരു ലെവലിൽ എനിക്ക് ചിന്തിച്ചിട്ട് പോലുമില്ല ഇങ്ങനത്തെ ഒരു ക്ലാസ് കിട്ടുമെന്ന്. ഇറ്റ്സ് വെരി യൂസ്ഫുൾ ആൻഡ് ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. എനിക്ക് ഇപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങൾ വിചാരിക്കുന്ന നിലയിലേക്ക് എത്താനായിട്ട് പറ്റുന്നുള്ളത്. സോ താങ്ക് യു. ഒരു ബിസിനസ്സിൽ നമുക്ക് എന്തൊക്കെ സപ്പോർട്ടുകൾ വേണം, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സുകൾ നമുക്ക് വേണം, ആ ഡോക്യുമെൻറ്റ്സുകളെല്ലാം നമ്മൾ ചെയ്താൽ നമുക്കതിൻ്റെ ഗുണം എന്താണ് എന്നുള്ളതെല്ലാം നമുക്ക് ഈ ക്ലാസ്സിൽ കൂടിയാണ് കൂടുതൽ മനസ്സിലായത്. കുറേ കാര്യങ്ങൾ നമ്മൾ അവർക്ക് മുന്നോട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു റൂട്ട് എന്താണെന്നും എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും അതിൻ്റെ അഡ്വാൻറ്റേജ് ഭാവിയിൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി ക്ലാസ്. അതുകൊണ്ട് ഈ ക്ലാസ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്ന സുഭാഷ് സാറിനും ഈ വേദി ഒരുക്കി തന്ന കുടുംബത്തിനും എൻ്റെ ഹൃദയംഗമമായ ആശംസകളുണ്ട്. നന്ദിയുണ്ട്. കുറേ നല്ല രീതിയിൽ നമുക്ക് വേണ്ടി ഭാവി എന്താവണം, നമ്മുടെ ബിസിനസ് ഏത് രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കൃത്യമായ